പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗ ദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്ക് അഭിമാനം കൊള്ളുന്ന ദിനങ്ങളാണ് അടുത്ത കാലത്ത് കഴിഞ്ഞു പോയത്. യുവത്വത്തിന് എന്തും ചെയ്യാൻ കഴിയും, മാറ്റം തിരുത്താൻ കഴിയും. അവരുടെ ശക്തമായ സമരം, അവരുടെ ആരോഗ്യവും അവരുടെ എല്ലാം തന്നെ അവർ ത്യജിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ വിജയം നേടുകയാണ് ഉണ്ടായത്. ലോക ചരിത്രത്തിൽ എവിടെയും യുവാക്കൾക്ക് എന്നും എപ്പോഴും സ്ഥാനമുണ്ട് സഹോദരൻ. ആ യുവത്വം ഇസ്ലാമിന് വേണ്ടി തിരിച്ചുവിട്ടാൽ അത് വളരെ മനോഹരമാണ്. അത് അള്ളാഹുവിന്റെ അടുക്കൽ വളരെ മൂല്യമുള്ളതുമാണ്. എനിക്ക് യുവാക്കളോട് പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ കാലഘട്ടത്തിലും നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇസ്ലാമിക സംസ്കാരത്തെ മാറ്റിമറിച്ചുകൊണ്ട് അലി റളിയല്ലാഹു, ഹുസൈൻ ഹസൻ റളിയല്ലാഹു, അതേപോലെ ഫാത്തിമ ബിയുടെ പേരിൽ ഷിയായിസം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം അറിയണം, പ്രവാചകന് പരമ്പരയായിട്ട് ഒന്നും തന്നെ ഇല്ല. പ്രവാചകന് ആൺകുട്ടികളുണ്ടെങ്കിലും ചെറുപ്പത്തിൽ തന്നെ അവർ മരിച്ചതായിട്ട് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ആൺകുട്ടികൾ ഉണ്ടെങ്കിലാണ് പരമ്പര തന്നെ. നമ്മുടെ കേരളത്തിൽ പോലും നമ്മള് ആളുകളുടെ കൈകാലുകൾ മുത്താൻ നടക്കുന്ന ഒരു വ്യഗ്രതയും, ₹1 കോയിൻ കൊടുത്താൽ 1000 നോട്ടുകൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയും വെച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ സാംസ്കാരിക അധപ്പതനം നാം കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ല സഹോദരന്മാരെ. യുവാക്കൾ അതിനെ തിരുത്തേണ്ടതുണ്ട്. നമ്മുടെ രാഷ്ട്രീയ സംഘടനകളും നമ്മുടെ വ്യക്തിപരമായുള്ള താല്പര്യങ്ങളോ മാറ്റി നിർത്തിക്കൊണ്ട്, സംഘടനയുടെ താല്പര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് തിന്മയ്ക്കെതിരെ പോരാടാൻ യുവാക്കൾ മുന്നോട്ട് വരുന്നുണ്ട്. യുവതലമുറയെങ്കിലും അത് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഈ സമയത്ത് പറയുന്നത്. സഹോദരന്മാരെ, അങ്ങനെ ഒരു വ്യക്തിത്വം പൂജ ഇസ്ലാമിലില്ല. നമ്മൾ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ആരാണോ ആദ്യം വരുന്നത് അവർക്കാണ് സ്ഥാനം. അതിന്റെ തൊട്ടടുത്ത് രാജാവ് വന്ന രാജാവിന് നിൽക്കാം, അതിന്റെ തൊട്ടടുത്ത് തങ്ങൾക്ക് വന്ന തങ്ങൾക്ക് നിൽക്കാം, ആർക്കും നിൽക്കാം. ഒരാളും വ്യത്യസ്തമല്ല. പടച്ചതമ്പുരാന്റെ ദീൻ അത്രയും ശുദ്ധമാണ് സഹോദരന്മാർ. അള്ളാഹുവിനെ ആരാധിക്കുന്ന കാര്യത്തിൽ ആരാണ് തെറ്റുള്ളത് അവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മുത്തക്കിയായിട്ടുള്ള ആളുകൾ. അള്ളാഹുവിനെ കൂടുള്ള ഭയവും അള്ളാഹുവിനോടുള്ള താല്പര്യമാണ് നമ്മളെ തിന്മയ്ക്കെതിരെ പ്രചോദനം നൽകുന്നത്. ഏത് വ്യക്തികളോ കുടുംബത്തിനെ ഉന്നം വെച്ചുകൊണ്ടുള്ള പ്രബോധന ശൈലിയല്ല നമുക്ക് വേണ്ടത്. ഇസ്ലാമിക സംസ്കാരം മുറുകെ പിടിക്കാനുള്ള സാംസ്കാരികമായ നിലപാട് ഉറക്കെ പ്രഖ്യാപിക്കാൻ യുവതലമുറയ്ക്ക് കഴിയേണ്ടതുണ്ട്. അതിന് കഴിയുമെന്ന പ്രത്യാശയാണ് ഈ നിങ്ങളുടെ മുമ്പാകെ ഞാൻ ഈ 2 വാക്ക് നിങ്ങളോട് സംസാരിച്ചത്. അള്ളാഹു ഇസ്ലാമിക സംസ്കാരം മുറുകെ പിടിക്കാനും അതിനുവേണ്ടി പ്രയത്നിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വാഹദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.